സിപിഎമ്മിന്റെ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് പുരോഗമിക്കുകയാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണത്തിൽ സിപിഎം സംസ്ഥാന സമ്മേളനത്തിലെ പ്രതിനിധികൾ ചില ആശങ്കകളൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട്. സ്വകാര്യവൽക്കരണം നടപ്പിലാക്കിയാൽ അത് തിരിച്ചടി ഉണ്ടാകും. ബംഗാളിൽ സംഭവിച്ചതിന് സമാനമായ സാഹചര്യം ഉണ്ടാകുമെന്നാണ് വിമർശനം. എന്നാൽ ചങ്ങാത്ത മുതലാളിത്തം ഇവിടെ ഉണ്ടാകില്ല എന്നും വിമർശനം സ്വാഭാവികമാണെന്നാണ് സംസ്ഥാന സെക്രട്ടറി വി ഗോവിന്ദൻ പറഞ്ഞത്. നിർദ്ദേശങ്ങളെ സംബന്ധിച്ചെല്ലാം ഓരോന്നും നമ്മൾ സഖാക്കൾ കാണുന്നത് ജനവിരുദ്ധമാവാതിരിക്കുകയും അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം. ഈ കേരളത്തിലെ അടിസ്ഥാന വർഗ വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ ഫലപ്രദമായി ഈ സന്ദർഭത്തിലും കൈകാര്യം ചെയ്യപ്പെടുമെന്നുള്ളതിന് ഗ്യാരണ്ടി ഉണ്ടാക്കുകയും ചെയ്യുക. ഞങ്ങളെ സംബന്ധിച്ച് ചർച്ചയൊന്നും ഉണ്ടായിട്ടില്ല. കാരണം ചർച്ച അത്യാവേശത്തോടുകൂടിയാണ് സമ്മേളനം ഈ ഓരോ നിലപാടിനെയും സ്വീകരിക്കുന്നത്. ക്രോണി ക്യാപിറ്റലിസത്തിന്റെ ചങ്ങാത്ത മുതലാളിത്തത്തിന്റെ കേന്ദ്ര ഗവൺമെന്റ് നിലപാടിന് തികച്ചും വിപരീതമായ ജനോപകാരപ്രദമായ രീതിയിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഫലപ്രദമായി എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക എന്നുള്ളതിന്റെ പാഠശാലയായിരിക്കും ബദലായ കേരളത്തിലെ ഈ നിലപാട്. രഘുനാഥ് നാരായണൻ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊല്ലത്ത് നിന്ന്. രഘു, നയം മാറുകയാണ്. നവകേരളം സൃഷ്ടിക്കാനുള്ള രേഖയൊക്കെ മുന്നോട്ട് വെക്കുന്നുണ്ട് മുഖ്യമന്ത്രി. പാർട്ടി സെക്രട്ടറി പൂർണ്ണ പിന്തുണ ഇന്ന് ദേശാഭിമാനി പത്രത്തിൽ തന്നെ അറിയിച്ചിട്ടുണ്ട്. ഈ ചില പ്രതിനിധികൾ ഇപ്പോൾ കെ ടി കുഞ്ഞിക്കണ്ണൻ അടക്കം ഇതാണോ നമ്മുടെ ലൈൻ, പാർട്ടി ലൈൻ ഇതാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഏത് രീതിയിലുള്ള വിമർശനങ്ങളാണ് ഉയർന്നു വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട്? പൊതുമേഖലാ സ്ഥാപനങ്ങൾ കേന്ദ്ര സർക്കാരുകൾ വിറ്റഴിക്കുമ്പോൾ വലിയ രീതിയിൽ പ്രതിഷേധിക്കുന്ന ഒരു രാഷ്ട്രീയ സംഘടനയാണ് CPM. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം തൊട്ട് പറയുന്നത് CPMന്റെ ഒരു നയവ്യതിയാനമാണ്. നഷ്ടത്തിലായിരിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ പൊതു സ്വകാര്യ പങ്കാളിത്തം അല്ലെങ്കിൽ സ്വകാര്യ മൂലധനം സ്വീകരിച്ചുകൊണ്ടതിനെ പുനരുദ്ധരിക്കുക എന്നുള്ളൊരു നയമാറ്റമാണ് പൊതുകേരളത്തിനായിട്ടുള്ള നവരേഖയിൽ മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചത്. ചർച്ചയിൽ പങ്കെടുത്ത ഭൂരിഭാഗം ആളുകളും അതിനെ അംഗീകരിച്ചു എന്ന് പാർട്ടി സെക്രട്ടറി അവകാശപ്പെടുമ്പോൾ തന്നെ ചില ആളുകൾ അതിൽ ആശങ്ക പങ്കുവെച്ചു എന്നും അദ്ദേഹം തന്നെ വ്യക്തമാകുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം അതിനകത്തൊരു ന്യായീകരണം, ഒരു വിശദീകരണം നൽകിയത്. അതായത് കേന്ദ്ര സർക്കാർ വിറ്റഴിക്കുന്നത് പോലെ പൂർണ്ണ അർത്ഥത്തിൽ പൊതുമേഖലയെ സ്വകാര്യ മേഖലയ്ക്ക് തീരെഴുതി നൽകുകയല്ല, മറിച്ച് ഇപ്പോൾ ലാഭത്തിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ അതുപോലെ തന്നെ നിൽക്കും. എന്നാൽ പ്രവർത്തിക്കാൻ കഴിയാതെ പൂട്ടിപ്പോയതോ അല്ലെങ്കിൽ പൂട്ടേണ്ടതോമായ പൊതുമേഖലാ സ്ഥാപനങ്ങളെ തിരഞ്ഞെടുത്തുകൊണ്ട് അതിന് സ്വകാര്യ മൂലധനം സ്വീകരിച്ചുകൊണ്ട് പണം സമാഹരിക്കുക, ഒപ്പം തന്നെ തൊഴിൽ സൃഷ്ടിക്കുക എന്നുള്ളൊരു നയമാണ്, ബദൽ നയമാണ് എന്നുള്ളതാണ് പാർട്ടി സെക്രട്ടറിയുടെ വിശദീകരണം. എന്തായാലും അതിന്മേലുള്ള മുഖ്യമന്ത്രി അവതരിപ്പിച്ച രേഖയിന്മേലുള്ള ചർച്ച തുടരുകയാണ്. 1 മണിക്കൂറോളം കൂടിയുണ്ട് ചർച്ച. ഇതിനുശേഷം നാളെ ആയിരിക്കും മുഖ്യമന്ത്രി അവതരിപ്പിച്ച രേഖയിൽ അദ്ദേഹം മറുപടി നൽകുക. ഇപ്പോൾ സമ്മേളനത്തിൽ നടക്കുന്നത് പൊതുകേരളത്തിനായിട്ടുള്ള നവരേഖയിന്മേലുള്ള ചർച്ചയാണ്. അതിനുശേഷം പൊതുചർച്ചയ്ക്ക് പാർട്ടി സെക്രട്ടറി മറുപടി പറയും. അദ്ദേഹത്തിനോട് തന്നെ ചോദിച്ചിരുന്നു, ഈ നേതൃത്വത്തിനൊക്കെയുള്ളൊരു വിമർശനം ഉയർന്നിരുന്നോ എന്നുള്ളൊരു ചോദ്യം മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ സ്വാഭാവികമായി തന്നെ വിമർശനങ്ങൾ അല്ലെങ്കിൽ സ്വാഭാവികമായി തന്നെ വിമർശനം ഉയരുക കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രീതിയാണ്. അതിനാണ് സമ്മേളനം നടത്തുന്നത്. സ്വയം തിരുത്തുക, സ്വയം വിമർശിക്കുക എന്നുള്ളതാണ്. സ്വാഭാവികമായി തന്നെ പാർട്ടി സെക്രട്ടറിയുടെയും പാർട്ടി സെന്ററിൻ്റെയും ഒക്കെ പ്രവർത്തനങ്ങൾക്കെതിരെ വിമർശനം ഉയർന്നിട്ടുണ്ട്. അത് ക്രിയാത്മകമായ വിമർശനമാണ്. പക്ഷേ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന രീതിയിലുള്ള വിമർശനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പാർട്ടി സെക്രട്ടറി പറയുന്നത്. എന്തായാലും CPM ഈ സമ്മേളനത്തോടുകൂടി പുതിയൊരു നയം, അതായത് പൊതുമേഖലയിലടക്കം സ്വകാര്യ പങ്കാളിത്തം, സ്വകാര്യ നിക്ഷേപം സ്വീകരിക്കാം എന്നുള്ളൊരു നയമാറ്റത്തിലേക്കായിരിക്കും ഈ സമ്മേളനത്തിലൂടെ CPM എത്തുക. ഇതിനുശേഷം സർക്കാരാണ് ഇതെങ്ങനെയാണ് നടപ്പിലാക്കേണ്ടത് എന്ന് ആലോചിക്കുക. വിവരങ്ങൾ നൽകിയത് രഘു പറഞ്ഞതുപോലെ വലിയൊരു നയമാറ്റമാണ്, ഒരു വലിയ ഷിഫ്റ്റാണ് ആശയത്തിൽ, നയത്തിൽ, നിലപാടിലൊക്കെ പാർട്ടി സ്വീകരിക്കുന്നത്.